ഇപ്പോൾ സെൻട്രിഫ്യൂഗൽ പമ്പ് എല്ലാവരും നോട്ട്സ് എഴുതിയെന്ന് വിചാരിക്കുന്നു. ഇനി അതിൻ്റെ വെലോസിറ്റി ട്രയാങ്കിൾസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ഫിഗർ. അപ്പോൾ ഈ ഫിഗർ ഞാൻ മുന്നേ ടർബൈൻ്റെ കേസിൽ വരച്ചിട്ടുണ്ടായിരുന്നു. ഇൻവേർട്ട് ഫ്ലോ റിയാക്ഷൻ ടർബൈൻ്റെ കേസിൽ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നുള്ള ഫിഗർ. ഇപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഫ്ലോ വന്നത്. ഷാഫ്റ്റിൽ നിന്ന് പെൻ സ്റ്റോക്കിൽ നിന്നുള്ള വെള്ളം നേരെ ഇങ്ങനെ വന്ന് ഇതുവഴി കയറി ഐൻ്റെ അകത്തേക്ക് പോകുമ്പോൾ ഇത് കറങ്ങുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഷാഫ്റ്റ് കറങ്ങും. ഈ ഐയിലെ കൂടെയുള്ള കണക്ട് ചെയ്തിട്ടുള്ള ഷാഫ്റ്റ് കറങ്ങുമ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നേരെ റിവേഴ്സാണ് ഇവിടെ. നമുക്കിവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിണറിൽ നിന്ന് വരുന്ന സോഴ്സിൽ നിന്നുള്ള നേരെ വാട്ടർ നേരെ പൈപ്പ് വഴി ഈ ഐയിലേക്ക് ഷാഫ്റ്റിൻ്റെ ഐയിലേക്ക് വരും. അപ്പം ഇത് ഇവിടെ നിന്ന് എന്ത് ചെയ്യും, ഇമ്പല്ലറിലേക്കൂടെ കറങ്ങി ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പോകും. നിങ്ങൾ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ വീഡിയോ യൂട്യൂബിൽ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് സെൻട്രിഫ്യൂഗൽ പമ്പ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വർക്കിംഗ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഡയറക്റ്റ്ലി ഇൻവേഴ്സ് ഓഫ് എ റിയാക്ഷൻ ടർബൈൻ ആണ്. ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് എ റിയാക്ഷൻ ടർബൈൻ അകത്തോട്ട് കയറുമ്പോൾ ഇത് പുറത്തേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് സപ്ലൈ പവർ എന്ത് ചെയ്യുന്നു, ഈ ഷാഫ്റ്റിൽ നിന്ന് നമുക്ക് മോട്ടർ ഓൺ ആക്കുമ്പോൾ മോട്ടറിൽ നിന്ന് ഇലക്ട്രിക്കൽ എനർജി വന്ന് മെക്കാനിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്ത് ഈ ഷാഫ്റ്റ് കറക്കുന്നു. ഈ ഷാഫ്റ്റ് കറക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കിണറിൽ നിന്നുള്ള വെള്ളം സക്ക് ചെയ്ത് എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് കൊടുക്കുന്നു. ഓക്കെ, ഇനി നമുക്കതിൻ്റെ വെലോസിറ്റി ട്രയാങ്കിൾ ഒന്ന് നോക്കാം. അപ്പോൾ വെലോസിറ്റി ട്രയാങ്കിൾ ഇതാണ്. അപ്പോൾ വെലോസിറ്റി ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ ഞാനതിൻ്റെ ഇമ്പല്ലർ വരച്ചു. ആ ഇമ്പല്ലറിലേക്ക് ഞാൻ ഡയറക്റ്റ്ലി നോക്കുക V1 ഇങ്ങനെ വരയ്ക്കുന്നു. ഓക്കെ, V1 വരയ്ക്കുന്നു. ദിസ് ഈസ് V1. അപ്പോൾ V1 എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ്. ആ ഇമ്പല്ലറിലേക്ക് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് V1 വരുന്നത്. സോ V1 ഈസ് ഈക്വൽ ടു VF1. നമുക്കിവിടെ VW1 ഇല്ല, VF1 ആണ്. നിങ്ങൾക്ക് ഇത് ഒരൊറ്റ ഫിഗറിൽ ഇങ്ങനെ കമ്പൈൻ ചെയ്ത് കാണിക്കുന്നതുകൊണ്ടാണ് അത് സംശയം വരുന്നത്. നോർമലി ഇത് ഈ എക്സ്ട്രാ ഇതൊന്നും ഇല്ലെങ്കിൽ വരയ്ക്കുമ്പോൾ അത് കംപ്ലീറ്റ്ലി വേർട്ടിക്കലായിട്ടാണ് വരിക. പ്രോബ്ലം കേസിൽ വരുമ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ V1 ആണ്. VW1 എന്താണ് ഈ കേസിൽ, ദിസ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, VW1 0 ആണ്. അപ്പോൾ ആൽഫ എത്രയാവും, 90 ആവും. തീറ്റ എവിടെയുണ്ട്, VR1 ഏതാ, ഇത് VR1, U1, V1. അപ്പോൾ VR1 വഴി ഈ വാട്ടർ ഇതുപോലെ അങ്ങ് പോയി VR2, അതായത് ഇതിന് വഴി ഇങ്ങനെ പോയി VR2 ഇതാണ്. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ ശ്രദ്ധിക്കുക, VR2 ഇങ്ങോട്ടാണേ. അപ്പോൾ VR2 കഴിഞ്ഞ് കഴിഞ്ഞാൽ U2 ഇതാണ്. ഓക്കെ, U2 അതാണ്. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് കാണിക്കുന്നത് എന്താ, V2. ഓക്കെ, V2ൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് VW2, വെർട്ടിക്കൽ കമ്പോണൻറ്റ് VF2. അപ്പോൾ ഇത് എത്രയും വരച്ച് വയ്ക്കുക. അതിനുശേഷം നമുക്കിനി എന്ത് ചെയ്യാം, ഇതിപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒരു പ്രോബ്ലം വരുമ്പോൾ ക്ലിയർ കട്ട് അത് മനസ്സിലാക്കിക്കോളും. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇനി ഇതിൻ്റെ വർക്ക് ഡൺ നോക്കാം. അപ്പോൾ ഇറ്റ് ഈസ് എ റിവേഴ്സ് ഓഫ് ഇൻവേർട്ട് ഫ്ലോ റിയാക്ഷൻ ടർബൈൻ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇൻവേഴ്സ് ഓഫ് റിയാക്ഷൻ ഫ്ലോ ടർബൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ ഒന്ന് നോക്കാം. നമ്മൾ അവിടെ ഡെറിവേഷൻ പഠിച്ചിട്ടുണ്ട്. അതൊന്ന് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് പോയി വീഡിയോ വീണ്ടും ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക, കിട്ടും. അപ്പോൾ നമ്മൾ അവിടെ വർക്ക് ഡൺ ബൈ വാട്ടർ ഓൺ റണ്ണർ പെർ സെക്കൻഡ് per unit weight of water striking per second equal to 1/g VW1 U1 minus VW2 U2 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ഇക്വേഷൻ. അതിനുശേഷം ആ റിയാക്ഷൻ ടർബൈനിൽ VW2 0 ആയതുകൊണ്ട് ദറ്റ് ഈസ് ഈക്വൽ ടു 1/g VW1 U1 നമ്മൾ എഴുതിയിട്ടുണ്ട്. നമ്മൾ ആ ഫസ്റ്റ് ഇക്വേഷൻ 1/g VW1 U1 മൈനസ് VW2 U2 എന്ന് എടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ റിവേഴ്സ് ആയതുകൊണ്ട് തന്നെ വർക്ക് ഡണ്ണ് നമുക്ക് എങ്ങനെ എടുക്കാം, വർക്ക് ഡൺ ഫോർ എ സെൻട്രിഫ്യൂഗൽ പമ്പ്, വർക്ക് ഡൺ ബൈ ദി സെൻട്രിഫ്യൂഗൽ ഇമ്പല്ലർ ഓൺ വാട്ടർ പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ് പെർ സെക്കൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു മൈനസ് ഓഫ് വർക്ക് ഡൺ ഇൻ കേസ് ഓഫ് എ ടർബൈൻ. ഇതിൻ്റെ മൈനസ് വാല്യൂ ആണ് നമ്മൾ വർക്ക് ഡൺ ബൈ സെൻട്രിഫ്യൂഗൽ പമ്പ് എടുക്കുന്നത്. അപ്പോൾ മൈനസ് ഓഫ് 1/g VW1 U1 മൈനസ് VW2 U2 എടുക്കുന്നു. ദാറ്റ് വിൽ ബി ഈക്വൽ ടു ആ മൈനസ് അകത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 1/g VW2 U2 മൈനസ് VW1 U1 ആവും. അപ്പോൾ നേരത്തെ ഫിഗറിൽ നമ്മൾ ശ്രദ്ധിച്ചു, നമുക്കിവിടെ V1 ഈസ് ഈക്വൽ ടു VF1 ആണ് അല്ലേ, V1 ഈസ് ഈക്വൽ ടു VF1 ആണ്. അതുകൊണ്ട് തന്നെ VW1 എന്താ, 0 ആണ്. അപ്പോൾ VW1 0 ആകുമ്പോൾ ഇവിടെ എന്ത് വരും, VW1 ഈക്വൽ ടു 0. സോ വർക്ക് ഡൺ ബൈ ഇമ്പല്ലർ ഓൺ വാട്ടർ പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ് ഈക്വൽ ടു 1/g VW2 U2. ഇനി വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ ഇമ്പല്ലർ ഓൺ ദ വാട്ടർ പെർ സെക്കൻഡ്, ഈ ന്യൂമറേറ്റർ മാത്രം എത്രയാണ്.
വർക്ക് ഡൺ ബൈ ദ ഇംപെല്ലർ ഓൺ വാട്ടർ പെർ സെക്കൻഡ് എത്രയാണ്. അപ്പം ഡിനോമിനേറ്റർ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ദറ്റ് വിൽ ബി ഈക്വൽ ടു W, weight of water striking per second, W by G into VW to U2. ഓക്കെ, ഇപ്പോൾ W is weight of water that is equal to rho G Q. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇനി what is Q? Q is volume of water or discharge per second. So that is equal to area into velocity. Area of a centrifugal impeller is pi d1 b1 into velocity. So that will give you discharge. Area pi d1 b1 ആണ്, into velocity v f1 ആണ്. So discharge is equal to pi d1 b1 into v f1 അല്ലെങ്കിൽ pi d2 b2 into v f2. ഈ നോട്ട് ഞാൻ ഇതിൻ്റെ PDF ഓൾറെഡി നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് തന്നെ നോട്ട്സ് തയ്യാറാക്കുക. ഈ വീഡിയോ ജസ്റ്റ് കേട്ടു പോവുക. ഓക്കെ, ഞാനിത് ഷോർട്ട് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അറിയിക്കുക. നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു.